ഇതാണ് ഖബറിന്റെ ശിക്ഷ. ഈ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണ്ടേ? ഈ ശിക്ഷയിൽ നമ്മൾ അകപ്പെടണോ? രക്ഷപ്പെടാനുള്ള ഏതാനും ഫോർമുലകൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും ഏതെങ്കിലും ഔദാര്യം കൊണ്ട് അല്ലാഹു തആല ഈ ശിക്ഷയിൽ അകപ്പെടുത്താതെ രക്ഷപ്പെടുത്തുന്നതുമായ ചെറിയ ഹദീസുകൾ കൂടി ഞാൻ പറയാം. ഒന്നാമത് അല്ലാഹു തആലാന്റെ ഖബറിന്റെ അകത്ത് നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അർ-റിബാത്ത്, സൈനിക സേവനത്തിന് വേണ്ടി സജ്ജരായി നിൽക്കുന്ന ഭടന്മാർ. അത് രാജ്യത്തിന്റെ അല്ലട്ടോ, കാർഗിലിൽ പോകാനല്ല ഈ പറയുന്നത്. ഇസ്ലാമിന് വേണ്ടി സമരം ചെയ്യാൻ എപ്പോൾ ഇമാമ് കൽപ്പിക്കുന്നു, എപ്പോൾ ഖലീഫ കൽപ്പിക്കുന്നു, ആ സമയത്ത് പോകാൻ വേണ്ടി ഇസ്ലാമിന് പടയൊരുക്കത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഭടന്മാർ. ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ വരുമായിരിക്കും. മഹ്ദി ഇമാം വരുമ്പോ, ഈസാ നബി വരുമ്പോ, ഫലസ്തീൻ മോചിതമാകുമ്പോ, അമേരിക്കയെ പിടിച്ചു കുലുക്കുമ്പോ ആ സമയം വരുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാണാനും അനുഭവിക്കുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. ആശ നമുക്ക് പറയാലോ, വല്ലാത്തൊരു കാഴ്ചയാണ് ആ കാഴ്ച. അതൊക്കെ വരും. നമ്മളിപ്പോ എത്ര ഖേദിച്ചാ കുത്തിരിക്കുന്നത്. ഇറാഖ് തരിപ്പണം, അഫ്ഗാനിസ്ഥാൻ തരിപ്പണം, ഫലസ്തീൻ നമ്മളെ കയ്യിൽ നിന്ന് വിട്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ട് പോത്താമ്പേട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്, ആ ലോകത്ത് അല്ലാഹു തആല നീതിയുടെ ഭരണം നടപ്പാക്കുന്ന ഒരു നല്ല നാളെ, അത് മറ്റേ ഭാഗ്യക്കുറിക്കാരന്റെ നാളെയല്ല, ശരിക്കും വരുന്ന നാളെ തന്നെയാണ് ഈ നാളെ. ഈ നാളെ വരും. ഈസാ നബി അലൈഹിസ്സലാം അവതരിക്കും, മഹാനായ മഹ്ദി ഇമാം വരും. ഇതൊക്കെ വന്നിട്ടുള്ള ആ ഭരണത്തിന്റെ അകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സദ്വൃത്തരായ ആളുകൾക്ക് നല്ല ജീവിതം നൽകും. അന്ന് വരുമായിരിക്കും. പണ്ടും ഉണ്ടായിരുന്നു, ഇന്നും വരാ. സൗദിയിലെ ഫൈസൽ രാജാവ് പണ്ടേത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ ഒരൊറ്റ പ്രഖ്യാപന, ഫലസ്തീൻ, ആ ഫലസ്തീന്റെ മണ്ണ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള യുദ്ധത്തിൽ നാളെ ഷഹീദാകാൻ ഞാൻ തയ്യാറാണ് എന്ന് ഫൈസൽ രാജാവിന്റെ ഒരൊറ്റ പ്രഖ്യാപനമാണ്. ഏതാണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽപ്പെട്ട ഒരുത്തൻ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ആ രാജ്യത്തിന്റെ ചരിത്രം, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രാവ്. ഇസ്ലാമിന്റെ മണ്ണിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സൗദി അറേബ്യയിലെ അന്നത്തെ ഫൈസൽ രാജാവ്, അദ്ദേഹത്തിന് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. ഈമാന്റെ ആവേശമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഈജിപ്തിൽ ഒരു ജമാൽ അബ്ദുൽ നാസർ ഉണ്ടായിരുന്നു, ഫലസ്തീനികൾക്ക് വേണ്ടി പടപൊരുതിയിരുന്ന ധീരനായ ഒരു യോദ്ധാവ്, ധൈര്യമുള്ള ആർജവമുള്ള ഒരു ഭരണാധികാരി. അറബ് ദേശീയതയുടെ ഏറ്റവും കരുത്തുറ്റ ശബ്ദം ജമാൽ അബ്ദുൽ നാസർ. അത്തരത്തിലുള്ള ധീര യോദ്ധാക്കളൊക്കെ പോയ മണ്ണാണ് നമ്മളെ മണ്ണ്. അപ്പൊ നമ്മൾ കേൾക്കുന്ന ഒരു സദ്ദാം ഹുസൈൻ മറ്റേന്നൊക്കെയാണ്. ആരെങ്കിലും ആയിട്ട് അല്ലാഹു തആല ഇറക്കാതിരിക്കില്ല. ഉസാമ ബിൻ ലാദനോ മറ്റാരെങ്കിലും ഒക്കെ വരും ചിലപ്പോ. ഇതൊക്കെ തീവ്രവാദമെന്നൊന്നും പറഞ്ഞിരിക്കരുത്. ഞാൻ ഉസാമനൊന്നും പറയല്ല. മൊത്തത്തിൽ അത്തരത്തിലുള്ള ഇസ്ലാമിക ശക്തിയോട് ആരെങ്കിലും വരും. ഭരണമുള്ള ഒരു മുസ്ലിം രാഷ്ട്രത്തിന്റെ നായകൻ ഇസ്ലാമിന് വേണ്ടി സമരം ചെയ്യാൻ വേണ്ടി പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം കാത്തിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രതിഫലം പറ്റാതെ പടച്ചോൻ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം മോഹിച്ചിട്ട് സമരസജ്ജനായി നിൽക്കുന്ന ഭടന്മാർ, അവർ മരണപ്പെട്ടാൽ രാവും പകലും അവർക്ക് വേണ്ടി പൊറുക്കല്ല് തേടും. മാസത്തെ നോമ്പിനേക്കാൾ പുണ്യമുള്ള സദ്വൃത്തിയാണ് അവർക്ക്. അങ്ങനെയുള്ള യോദ്ധാവ് മരിച്ചാൽ ഖബറിന്റെ അകത്തെ ഫിത്നകളിൽ അവൻ അകപ്പെടുകയില്ല. അവന്റെ അമലുകളും സൽക്രമങ്ങളും അവന് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ശഫീഉനാ റസൂലുള്ളാഹി. ഇവർക്ക് ഖബറിന്റെ അകത്ത് ഫിത്നയില്ല. മലക്കുകൾ ഇവരെ കണ്ടിട്ട് കൊടുക്കൂല. മൻ ഖതലഹു ബത്നുഹു ലം യുഅദ്ദബ് ഫീ ഖബ്രിഹി. ഞാൻ വായിച്ചെന്ന് പോവുക. ഉദരരോഗം കൊണ്ടൊരാൾ മരണപ്പെട്ടാൽ, പള്ളിയിൽ വരുത്തായിട്ട് മരിച്ച്, അൾസർ രോഗം കൊണ്ട് മരിച്ച്, പള്ളന്റെ ഉള്ളിൽ ക്യാൻസർ വന്നിട്ട് മരിച്ച്, രക്ഷയില്ലാത്ത രോഗം കൊണ്ട് അല്ലാഹു തആല നൽകുന്ന അത്തരം രോഗം കൊണ്ട് മരണപ്പെട്ടാൽ ഷഹീദിന്റെ പുണ്യമുണ്ട്. അങ്ങനെയുള്ള ശുഹദാഇനെ ലം യുഅദ്ദബ് ഫീ ഖബരിഹി. എന്ത് തെറ്റുകൾ അവരിൽ നിന്ന് വന്നാലും ഈമാനുണ്ടെങ്കിൽ അവന് ഖബറിന്റെ അകത്ത് ശിക്ഷയേൽക്കുകയില്ല. ശഫീഉനാ റസൂലുള്ളാഹി. ഇതൊന്നും ഇപ്പൊ നമുക്ക് ചെയ്യാൻ വയ്യ. പടച്ചോൻ തന്നെ വിചാരിച്ചിട്ട് തരണം. നമ്മളെന്തോ ഒരു സാധനം കുത്തിക്കയറ്റിട്ട് പള്ളിയിൽ വരുത്തുണ്ടാക്കി മരിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിന് ആത്മഹത്യ എന്ന് പേരാവും. അപ്പൊ കുറ്റാ കിട്ടുക. പടച്ചോൻ ഈ തരത്തിൽ മരണപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. പ്ലേഗ് വന്നിട്ട് മരിച്ചു, അതുപോലെ ഉദരരോഗം വന്നിട്ട് മരിച്ചു. ഇതൊന്നും രക്ഷയില്ലാത്ത രോഗം. അന്നത്തെ കാലത്ത് കുത്തിപ്പിളർത്താലല്ലേ അറിയുള്ളൂ. കുത്തിപ്പിളർത്താൻ വകുപ്പില്ല. അതുകൊണ്ടായി ഉദരരോഗമൊക്കെ അതിൽ പെടുന്നത്. ക്യാൻസറൊക്കെ അതിൽ പെടും, അൾസറൊക്കെ അതിൽ പെടാം. അത്തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിച്ച് മരിച്ച ആളുകൾ എത്ര മോശപ്പെട്ടവരാണെങ്കിലും ഈമാനുണ്ടോ ഖബറിന്റെ അകത്ത് ശിക്ഷയില്ല. റസൂലുള്ളാഹിന്റെ ഹദീസ്, കുല്ലു മുഅ്മിനിൻ യുഫ്തനു ഫീ ഖബരിഹി ഇല്ല ഷഹീദ്. രക്തസാക്ഷിയുടെ മരണം വരിക്കുന്ന ശുഹദാഇനും ഖബറിന്റെ അകത്ത് ഫിത്നയില്ല.
മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅത്തി ഔ ലൈലത്തുൽ ജുമുഅ ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തുൽ ഖബർ. തുർമുദിയുടെ ഹദീസ്. വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ചയുടെ രാവിലോ, അതായത് വ്യാഴാഴ്ച അസ്തമിച്ചിട്ടുള്ള രാത്രിയോ വെള്ളിയാഴ്ച പകലിലോ ഒരു സത്യവിശ്വാസി മരണപ്പെട്ടാൽ ആ സത്യവിശ്വാസിക്ക് അന്നേരത്തിന്റെ ബഹുമാനം കൊണ്ട്, വെള്ളിയാഴ്ചയുടെ ബർക്കത്ത് കൊണ്ട് അയാൾക്ക് ഖബറിന്റെ അകത്ത് ശിക്ഷയില്ലാതാകും. നല്ല മനുഷ്യന്മാരൊന്നും ആകണ്ട, വിശ്വാസിയായാൽ മതി. ഈ നാളിൽ മരണപ്പെട്ടു എന്നതുകൊണ്ട് അള്ളാഹു തആല രക്ഷപ്പെടുത്തു. ഇതൊക്കെ അള്ളാഹു അവന്റെ ഏകൽ കൊണ്ട് വരുത്തുന്നതാണ്. ഇനി നമ്മക്കുണ്ടാക്കാൻ കഴിയുന്നത് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ ആരംഭ ലഭിതങ്ങൾ പറയുന്നു, എന്നും ഒരാൾ രാത്രിയിൽ തബാറക സൂറത്ത് ഓതിയാൽ ഖബർ ശിക്ഷയിൽ നിന്ന് അയാൾ രക്ഷപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. പറ്റും സഹോദരന്മാരെ, എളുപ്പ. എന്റെ ഉമ്മപങ്കന്മാരെ എളുപ്പ. ഇശാമാരിന്റെ അടിയിലും ടി വി, ഇശ കഴിയിട്ടും ടി വി, കാണുന്ന നേരത്ത് മുഴുവൻ ഇതുമായി കുത്തിരിക്കുന്ന എന്റെ ഉമ്മപങ്കന്മാര് സഹോദരന്മാർ ആലോചിക്കണം. രാത്രിയിൽ ഒരിക്കൽ തബാറക സൂറത്ത് ഓതാൻ വളരെ മിനിറ്റ്, 3 മിനിറ്റ് മതി. അതിന് 2-3 മിനിറ്റ് മതി. നമ്മളെ വള്ളം കയ്യിലൊത്തിന് അത്യാവശ്യം ഏറാബും മറ്റൊക്കെ ഒപ്പിച്ചിട്ട് ശരിക്കും ഓതണമെങ്കിൽ തന്നെ തബാറക സൂറത്ത് ഓതാൻ ഒരു 10 മിനിറ്റ് 5 മിനിറ്റിന്റെ ഉള്ളിൽ കഴിയും. എത്ര എളുപ്പ! ഒരു 2-2.5 പേജല്ലേ ഉള്ളൂ. ആ 2-2.5 പേജ് വരുന്ന തബാറക സൂറത്ത് ഒരാൾ രാത്രിയിൽ നിന്നും ഓതിയാൽ, ആണാവട്ടെ പെണ്ണാവട്ടെ, വിശ്വാസിയായ ആൾക്ക് ഖബറിന്റെ അകത്തെ ഭീകരമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഈ സൂറത്തിന് മുഞ്ചിയ ഖബറിന്റെ അകത്തുനിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്തെന്ന് പേര് തന്നെയുണ്ടെന്ന് ശഫീഉനാ വ ഹബീബുനാ റസൂലുള്ളാഹി. നമ്മളെ ഹബീബായ നബി തങ്ങൾ ആഖിറത്തിൽ കിട്ടുന്ന രക്ഷയുടെ മരുന്ന് പഠിപ്പിച്ചു തരുന്നതാണ് സിദ്ധൌഷധം. ഒരു റിപ്പോർട്ടിലുണ്ട് സജദ സൂറത്ത് അലിഫ് ലാം മീം തൻസീലുൽ കിതാബ് എന്ന് വെള്ളിയാഴ്ച നോദൽ സുന്നത്തായ അലിഫ് ലാം മീം സജദ, അതും രാത്രിയിൽ ഓതിയാൽ മരണരോഗത്തിലായിട്ടൊരാൾ 100 വട്ടം ഖുൽ ഹുവല്ലാഹു ഓതിയിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിൽ മരണപ്പെട്ട ആൾക്കും ഖബറിന്റെ അകത്ത് ശിക്ഷയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ. ഇതൊക്കെ നമുക്ക് എളുപ്പ. അതിന് മരണരോഗം എങ്ങനെ തിരിയാ? അത് തിരിയണ്ട, രോഗം വരുമ്പം തന്നെ ചെല്ലുക. അതിന് ബേജാറുണ്ടോ? കുല്ലുവള്ള കിട്ടാത്ത മനുഷ്യണ്ടോ? രോഗത്ത് കിടക്കുമ്പോ ഇത് മരണരോഗമായേക്കാം. അതുകൊണ്ട് മരണരോഗത്തിൽ 100 കുല്ലുവള്ള ഓതി ആൾക്ക് രക്ഷയുണ്ട്, ഖബറിന്റെ അകത്ത് ശിക്ഷയില്ല, അതിന് ഞാൻ പെട്ടേന്ന് വിചാരിച്ചിട്ട് 100 കുൽഹുവള്ള മരണരോഗത്തിൽ ചെല്ലാനോ തക്കം കിട്ടിയ ഒരാൾ ചൊല്ലിയിട്ട് മരിച്ചാൽ അയാൾക്ക് ശിക്ഷയില്ല റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. ഇങ്ങനെയുള്ള ഏതാനും മാർഗങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്. ആ രക്ഷ കിട്ടുന്ന മാർഗം. പിന്നെ മറ്റുള്ളവർ ഓതിയിട്ട് രക്ഷ കിട്ടും. ഖബറിന്റെ അടുത്തുനിന്ന് ഓതിയിട്ട്, ഖബറിന്റെ അടുത്തുനിന്ന് ദുആ ചെയ്തിട്ട്, ഖബറിന്റെ അടുത്തുനിന്ന് അല്ലാതെ ദുആ ചെയ്തിട്ട്, ഇതിലൊന്നും യാതൊരു തർക്കവും പണ്ടുണ്ടായിട്ടില്ല സഹോദരന്മാരെ. മരണപ്പെട്ട ആൾക്ക് വേണ്ടി ദുആ ഉപകരിക്കുമെന്നത് ഇജ്മാഅ്, പണ്ഡിത ലോകത്തിന്റെ പരമാർത്ഥമായ ഏകകണ്ഠമായ അഭിപ്രായം. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. മക്കളാവണ്ട, ആരെങ്കിലും ദുആയിരുന്നാ മതി. ആരെങ്കിലും ഖുർആനിലേത് والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് രണ്ടാമത്തെ ഖുതുബയിൽ ദുആ ഖതീബ് അവസാനിപ്പിക്കുന്നത് ഈ ദുആ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ? ആണുങ്ങളുടെ ഓർമ്മയിൽ വരുന്നില്ലേ? ഈ ദുആ അല്ലാഹു പറയുന്നത് എന്താണ്? വല്ലദീന ജാഊ മിൻ ബഅദിഹിം, മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബാക്കൾക്ക് ശേഷം വന്ന സത്യവിശ്വാസികളെല്ലാം യഖൂലൂന, അവർ ദുആയിരന്നുകൊണ്ടിരിക്കണം, റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ നാഥ, ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട സത്യവിശ്വാസികൾക്ക് മുഴുവൻ പൊറുക്കണേ നാഥ. ദുആക്കുത്തരമില്ലെങ്കിൽ അത് ദുആക്കണമെന്ന് അല്ലാഹു പഠിപ്പിക്കുമോ? കഴിഞ്ഞ കാലത്തെ സത്യവിശ്വാസികൾക്ക് മുഴുവൻ നമ്മൾ ദുആ ചെയ്താൽ, ഒരാൾ ഓമ്പല്ലവും ചെയ്താ ഓനുണ്ട്, വേറെ ആയിരുന്നിട്ടും തൊള്ളട്ടിട്ടും കാര്യമല്ല, ഓരോരുത്തന്റെ ബടാപ്രസംഗ. എന്നാ മയ്യത്ത് സ്കരിച്ചാ ഉപകാരം കിട്ടുമോ? മയ്യത്ത് സ്കരിക്കുമ്പോഴും ദുആയില്ലേ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി, ദുആ ഉപകാരം കിട്ടുന്നതിനല്ലേ മയ്യത്ത് നിസ്കാരം. അത് മകന്, കുടുംബ, എല്ലാവരും ദുആ ചെയ്യും. അപ്പൊ ആര് ദുആർന്നാലും ഉത്തരം കിട്ടുന്നത് കൊണ്ടാണ് മരണപ്പെട്ട മയ്യത്തിന് ദുആക്കുത്തരമുണ്ട്. എന്റെ ഉമ്മപങ്കന്മാരെ, സഹോദരന്മാരെ, നമ്മുടെ പരമ്പരാഗതമായ വഴക്കം വഅദുകളിൽ നമ്മൾ ദുആ ചെയ്യിപ്പിക്കും, സംഭാവന ചെയ്ത് ദുആ ചെയ്യിപ്പിക്കും. ഒരു വെടിക്ക് 2 പക്ഷി. ദുആയുടെ ഉപകാരം കിട്ടും, സ്വതക്ക മയ്യത്തിന് ഉപകരിക്കുമെന്നത് ഇജ്മാഅ്. 100 കണക്കിന് ഹദീസുകളുണ്ട്, 100 കണക്കിന് ഹദീസുകൾ സ്വതക്ക കൊണ്ട് മയ്യത്തിന് ഉപകാരം കിട്ടുന്നത്.
എത്ര മോശപ്പെട്ട വാപ്പയാണെങ്കിലും, എത്ര മോശപ്പെട്ട മകനാണെങ്കിലും, എത്ര മോശപ്പെട്ട ഭർത്താവോ ഭാര്യയോ ആണെങ്കിലും അവർ മരണപ്പെട്ട ശേഷം മൂമിനായിട്ടാണോ മരിച്ചത് എങ്കിൽ അവരുടെ പേരിൽ സംഭാവനയും സ്വതക്കയും ചെയ്തു ദുആ ചെയ്താൽ അതിന്റെ വെളിച്ചം ഖബറിൽ കിട്ടും റസൂലുള്ളാഹി പറയുന്നു. പിന്നൊന്ന് ഖബറിൽ ഖുർആൻ ഓതുക. ഇമാം ശഅബി താബിഈങ്ങളിൽപ്പെട്ട മഹാൻ തന്റെ അനുഭവം പറയുന്നു. കാനത്തിൽ അൻസാർ, റസൂലുള്ളാഹിന്റെ മദീനത്തെ അൻസാരികളായ സ്വഹാബാക്കളായിരുന്നു. ഇദാ മാത്തലഹുമുൽ മയ്യിത്തു ഇഖ്തലഫു ഇലാ ഖബരിഹി, അവരിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ ഖബറിലേക്ക് ഒന്നും പോയി ആളങ്ങനെ യാമം മുറിയാതെ ഓതും. യഖ്റഊന ഇൻദഹുൽ ഖുർആൻ, ആ മയ്യത്തിന്റെ അടുത്തിരുന്ന് യാമം മുറിയാതെ ആ സ്വഹാബാക്കൾ ഓതിക്കൊണ്ടിരിക്കുമെന്ന് ശഅബി ഇമാം അൻസാരികളെ കുറിച്ച് പറയുന്നു. സ്വഹാബാക്കളുടെ നടപടിയായത്. പണ്ടത്തെ യാമോത്ത് പെരകെട്ട് ഓത്തൊക്കെ ഓർമ്മയുള്ളവരൊന്ന് ഓർത്തു നോക്കി. നമ്മളെ നാട്ടിൽ നിന്ന് എവിടെയാ അത്തരം ഓത്ത്? മരണപ്പെട്ട് പള്ളിക്കാട്ട് കിടക്കുന്ന ബാപ്പാന്റെ അടുത്ത് ഉമ്മാന്റെ അടുത്ത് എന്തെങ്കിലും പോയ ദിവസമുണ്ടോ സഹോദര? അവർ എവിടെയാണെന്ന് അറിയോ സഹോദര? ഈ പറയുന്ന ഞാനടക്കം എന്നോടടക്കം ആ ചോദ്യം നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക. അവനവന്റെ വീട്ടിലിരുന്നും ഫാത്തിഹാദ, വീട്ടിലിരുന്നും ദുആ ചെയ്യ. എന്നാലും അടുത്തൊന്ന് ചെന്ന് കാണുന്നതിനൊരു പ്രത്യേകതയില്ലേ? തമുറു അഖാരിബി ജനബാതി ഖബരി കഅന്ന അഖാരിബി ലം യഅരിഫൂനി. ഖബറിന്റെ അകത്ത് കിടന്ന് ഖബറാളി നിരൂപിക്കുന്ന ഒരു നിരൂപണം ഇമാമുകൾ കവിതയിൽ ചൊല്ലുകയാണ്. തമുറു അഖാരിബി ജനബാതി ഖബരി, എന്റെ ഖബറിന്റെ അരികിലൂടെയല്ലേ എന്റെ കുടുംബക്കാർ പോകണേ. അതാ പോണെന്റെ മോൻ, അതാ പോണ് ഞാൻ നക്കാൻ കൊടുത്ത് വളർത്തിയ മോൻ, ഞാനെടുത്ത് ഉമ്മ വെച്ച മോൻ, ഞാനെടുത്ത് പൂമോൻ പോലെ വളർത്തിയിട്ടുള്ള മോൻ എന്റെ ഖബറിന്റെ അരികിലൂടെയാണല്ലോ പോകുന്നത്. ഉമ്മ വിലപിക്കും, വാപ്പ വിലപിക്കും. ഞാനൊരുപാട് കാലം വെക്കാൻ വേണ്ടി ഭക്ഷണം വെച്ചു കൊടുത്ത എന്റെ ഭർത്താവ് എന്റെ അരികിലൂടെ പോകുന്നല്ലോ. ഇന്നോല അറിയുന്നല്ല. ഈ ഖബറിൽ കിടക്കുന്ന സാധുവിനെ ഇപ്പൊ അവരറിയൂല. ഓന്റെ വാപ്പയാണ് കിടക്കുന്നതെന്ന് ഓൻ അറിഞ്ഞൂടാ. ഒരറിവുമില്ലാത്ത പോലെ ഖബറിന്റെ ഓരങ്ങളിലൂടെയല്ലേ ആ പോകുന്നത്. കണ്ടോ, എന്റെ സ്വത്തോരക്കാനാ ഓലതെടുക്കാം. എന്റെ പെര വിൽക്കുമ്പോ എത്ര കിട്ടൂന്നാ ഓല അംശം. ബാപ്പാന്റെ പെര വിറ്റൊരംശം കിട്ടാനാ പറ്റൂല. കൊട്ടക്കണക്കിന് സ്ത്രീധനം കൊടുത്തിട്ട് കെട്ടിച്ചിട്ട് എല്ലാം കാട്ടിയിട്ട് ബാപ്പാനെ കടത്തിലാക്കി പോയ പെണ്ണാണെങ്കിലും ബാപ്പാന്റെ പെര വെക്കുമ്പോ ആൺകുട്ടിയേക്ക് മാത്രം കിട്ടാൻ പോരെ, ലേശെങ്കിലും കിട്ടാനാ പറ്റൂല. അത് ഞാൻ പെൺകുട്ടികൾ സ്വത്തിന് പോകണീന്ന് പറയല്ല. പക്ഷെ ഈ ആങ്ങളമാരും ഈ പറയുന്ന ആൾക്കാരും ഇവിടെ കെട്ടിക്കുമ്പോ സ്വർണം കൊടുത്തീര് എത്ര കൊടുത്താലും നോട്ടല്ല. സ്വത്ത് കിട്ടുമ്പോ ബാപ്പാന്റെ സ്വത്തല്ലേ ലേശെങ്കിലും കിട്ടാനാ പറ്റില്ല. അതൊരു വർക്കത്ത ഓരോരുത്തന്റെ വെപ്പ്. ഇത് വാസ്തവത്തിൽ അല്ല, കൊരയാണ്. കണ്ടോ, അവര് എന്റെ കടം അവർക്ക് പ്രശ്നമല്ല, എന്റെ സ്വത്തോഹരി ചെയ്യുന്നതാണ് അവരുടെ പ്രശ്നം. ഇത് ഖബറാല് ഖബറിന്റെ അകത്ത് നിന്ന് ചെയ്യുന്നത് നിരൂപിക്കുകയാണ്. നമുക്ക് തന്നെ കണക്ക്. നമ്മളെ ഖബറാളിയും ഇത് പറയും, നമ്മൾ ഖബറിൽ കിടന്ന് നമ്മളെ മക്കളെ പറ്റിയും പറയും. ഇന്ന് ഓർമ്മയുള്ളവർ, ഇന്ന് ദുആ ചെയ്യുന്നവർ, ഇന്ന് പ്രാർത്ഥിപ്പിക്കുന്നവർ, ഇന്ന് സദഖ ചെയ്തുകൊണ്ട് ഖബറാളികളെ ഓർക്കുന്നവർ, ഉറ്റവരെ ഓർക്കുന്നവർ, ഉടയവർ ഓർക്കുന്നവർ സന്തോഷിച്ചുകൊള്ളുക, അവരാസ്വാദിച്ചുകൊള്ളുക. അതിന് പകരം അവർ ഖബറിന്റെ അകത്ത് ഏകാന്തരായി കിടക്കുമ്പോ ഒരു ചെറിയ പുൽക്കൊടിയെങ്കിലും വെള്ളത്തിന്റെ അകത്ത് നിന്ന് കിട്ടിയെങ്കിൽ എന്ന് വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നവൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരാളുടെ ദുആക്ക് വേണ്ടി ഖബറാളി കൊതിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ സമയത്ത് ദുആക്ക് വേണ്ടി കൊതിക്കുന്ന സമയത്ത് നമുക്ക് ദുആ കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതനുസരിച്ച് ജീവിക്കാൻ, വഴിപ്പെട്ട് ജീവിക്കാൻ, ആഖിറത്തിൽ ഉപകരിക്കുന്നതനുസരിച്ച് ജീവിക്കാൻ നാം എവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.